ചേട്ടാ, ഒരു വലിയൊരു ദുരന്തം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വോട്ടിങ്ങിന് വരുന്നത്, എന്താണ്? ഞങ്ങളെ നാട്ടിൽ ഇതുപോലല്ലായിരുന്നു തെരഞ്ഞെടുപ്പ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഉത്സവം പോലായിരുന്നു. ഇപ്പം നമ്മളെ ടൗൺ കണ്ടില്ലേ, ഇപ്പം നമ്മളെ സ്കൂൾ റോഡും അതൊക്കെ ഇങ്ങനെ വൈകുന്നേരം വരെ ജനസാഗരമായിരുന്നു. എല്ലാം കൊണ്ടും ഇപ്പോൾ വലിയൊരു വിഷമത്തിലാണ് കാണുമ്പോൾ. ഞങ്ങൾ ഇത്ര കാലം അങ്ങനെയായിരുന്നു വോട്ട് ചെയ്തിരുന്നത്, അവർക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായും അത്തരത്തിൽ നമ്മുടെ ഇവിടെ മുൻപ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പലരെയും നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് പ്രവണത്തല്ലേ. കുറേ പേര് പോയി. ഭയങ്കര ഇവർ പറഞ്ഞാൽ ഭയങ്കര ഉത്സവം പോലെയൊക്കെ ടൗണിലൊക്കെ ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ പലരും വരുന്നു വോട്ട് ചെയ്യുന്നു പോകുന്നു. ബസ്സിലും ഇതിലൊക്കെ കുറേ പേര് പോയി, കുറേ വോട്ടർമാർ പോയി. അങ്ങനെ എന്താ ചെയ്യുക? തീർച്ചയായും നമ്മൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ കൂടിയും വലിയ സൗഹാർദ്ദത്തിൽ തന്നെയായിരുന്നു ഇവിടെ വോട്ടെടുപ്പ് ഇതിനു മുമ്പ്. അതെ, ഈ ചൂരൽമല എന്ന് പറഞ്ഞ ഈ പ്രദേശം തന്നെ, കാരണം എല്ലാവരും ഒരു ഐക്യത്തോടെയും ഒരു ജാതി മതഭേദ അങ്ങനത്തെ ഒരു ഐക്യത്തോടൊക്കെ നടന്നിരുന്നതും എല്ലാ പരിപാടിയും, ഇനി അമ്പലത്തെ പരിപാടിയായിട്ട് ഇതേപോലുള്ള പരിപാടിയായിട്ട് എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പം അതിൻ്റെ ഒക്കെ ഒരു ബുദ്ധിമുട്ട്, കാരണം അതൊരു വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇത് നടത്തണ്ടേ, അത് വിചാരിച്ചാൽ അത് വോട്ട് ചെയ്യാൻ വന്നതുള്ളൂ. എല്ലാവർക്കും വിഷമം തന്നെയാണ് കാര്യം. പല ആൾക്കാരും കാണാത്ത ഒരാളില്ല. തീർച്ചയായും പലരെയും ഇവരിന്ന് ഈ ഒരു ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഇവർ കാണുന്നത് തന്നെ ഇപ്പോഴാണ് അല്ലേ. ഒരു ദുരന്തം കഴിഞ്ഞു, പലരെയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പഴയ ആൾക്കാരെയൊക്കെ നമ്മൾ കാണാനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരെ കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ കുറേ പേര് കണ്ടു. എല്ലാവരും പഴയതുപോലെ ഇല്ല. നമുക്ക് ആ വിഷമങ്ങൾ മാറുന്നില്ല. മനസ്സിന് ഇവിടെ കാണുമ്പോൾ ഇടങ്ങാറാണ് മനസ്സിന്. പഴയ ആൾക്കാരും ഒന്നും നമ്മളെ നാട് പോലെ ഒന്നും ആകുന്നില്ല ഇവിടെ പോയിരുന്നത്. തീർച്ചയായും ആ വിഷമങ്ങൾ തന്നെയാണ് ഇവരെല്ലാം പങ്കുവെക്കുന്നത്. ചേച്ചി, എവിടെയായിരുന്നു ഇതിനു മുമ്പ്? ചൂരമലയായിരുന്നു. ഞങ്ങൾ നെല്ലിക്കാപ്പായിരുന്നു. എങ്ങനെ ഇപ്പോൾ കുറേ പേരെ നമ്മളിപ്പോൾ കാണാതെ ഇരുന്ന കുറേ നാളുകളായി കാണുന്നില്ല. കുറച്ച് ഇവിടുന്ന് ഇച്ചിരി മാറിയിട്ടുണ്ടായിരുന്നു. ചേച്ചി, എവിടെയായിരുന്നു? ഞങ്ങൾ ചൂരൽമലയിൽ. കുറേ പേര് നമുക്ക് നഷ്ടപ്പെട്ടവരുണ്ട്, ബന്ധുക്കളുണ്ടാവും, അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും. പക്ഷെ കുറേ പേരെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. അതൊരു സന്തോഷമാണോ? സന്തോഷമായ സങ്കടമാണ്. നമ്മൾ കൂടെ നടന്നവർ ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ ആളില്ല. സങ്കടം തന്നെയാണ്, ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ സ്കൂളിൽ ഇത്രയും കൊല്ലം 55 കൊല്ലമായി 56 കൊല്ലമായി ഞാൻ ഇവിടെ വന്നിട്ട്. ഇത്രയും കൊല്ലം സ്കൂളിലാണ് വോട്ട് ചെയ്തത്, ഇന്നതില്ല. അപ്പോൾ വിഷമമാണ്. ഞാൻ താമസിക്കുന്നത് മൂപ്പനാട് പഞ്ചായത്തിൽ അരിപ്പറ്റയിലാണ് താമസിക്കുന്നത്, വാടക വീട്ടിൽ താമസിക്കുന്നത്. അതായത് നമ്മളെ സ്വന്തം സ്ഥലത്ത് നിന്ന് പറിച്ച് മാറ്റപ്പെട്ടു. 1 ഏക്കർ ചില്ലറ സ്ഥലമുണ്ട് ഇവിടെ, ഒക്കെ നശിച്ചു പോയി. നമ്മുടെ പഴയ ആളുകളെയൊക്കെ കാണാൻ സാധിച്ചോ? നമ്മുടെ വീടിനടുത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ സാധിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇവിടെ? ഇല്ല, കാണുന്നില്ല. അത്യാവശ്യമുള്ളവരേ ഉള്ളൂ. ഒക്കെ നമ്മൾ അവിടെ പെട്ടുപോയിട്ട് ഇല്ല. തീർച്ചയായും സുരേഷ, ഇത്തരത്തിലാണ് വലിയ രീതിയിൽ അവർ വലിയ വിഷമത്തിലാണ്. പലരെയും കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ചിലർക്കുള്ള ഒരു സന്തോഷം തങ്ങളുടെ കുറേ പേരെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ ഒരു വികാര നിർഭരമായിട്ടുള്ള ഒരു കാഴ്ച കൂടിയാണ് വരുന്നത്. ചേട്ടാ, എവിടെയായിരുന്നു? ചൂരൽമലയായിരുന്നു. ചൂരൽമല സ്കൂൾ റോഡിൽ. ചൂരൽമല സ്കൂൾ റോഡിൽ നമ്മൾ ആ സ്കൂളിലായിരുന്നു അല്ലേ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്? അതെ, സ്കൂളിലായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് മാറുമ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ആളുകളെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിച്ചു? അതെ, അതൊന്ന് കാണാൻ സാധിച്ചു. അതിൽ സന്തോഷമുണ്ട്. കുറേ വിഷമത്തിനിടയ്ക്കും തങ്ങൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം വിനിയോഗിക്കാൻ കഴിഞ്ഞത് സന്തോഷം. അതെ, തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ തന്നെ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക്. ഒരുപാട് 2-3 മാസമായി എല്ലാവരും കണ്ടിട്ട്. ഇപ്പം ഇന്നിപ്പോൾ ഒരുപാട് ആൾക്കാരെ ഈ മേപ്പാടിയും ചൂരൽമല ഭാഗത്ത് വെച്ചിട്ട് കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾക്ക് അന്നൊരു ഉത്സവമായിരുന്നു അല്ലേ ശരിക്കും? പഴയ ഒരു വോട്ടെടുപ്പ് കാലഘട്ടം. ഇപ്പോൾ ഒരു വിഷമമുള്ള ഒരു ടൈമാണ്. വോട്ടിന് എന്നാലും നമ്മൾ വന്ന് ചെയ്യുന്നു. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് പറയാനുള്ളത്. വലിയ ഒരു വിഷമത്തിൽ നിന്നും തങ്ങൾ കരകയറിയിരിക്കുന്നു. ആ വിഷമത്തിൽ നിന്നും കരകയറി വന്നു എങ്കിൽ തന്നെയും ഇപ്പോഴും ആ വിഷമം തങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തങ്ങളുടെ ഉള്ളിൽ ആ ഒരു വിഷമം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ തങ്ങളുടെ പഴയ ആളുകളെയൊക്കെ കണ്ടു എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്തോഷമാണ് ഈ ചൂരൽമല നിവാസികൾക്കുള്ളത്. മുണ്ടക്കൈ നിവാസികൾക്ക് ഇവിടെയല്ല വോട്ട്,
അവർക്ക് വോട്ട് നിശ്ചയിച്ചിരിക്കുന്നത് മേപ്പാടി സ്കൂളിലാണ്. അവിടെയാണ് ഇത് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. വലിയ സൗഹൃദം പുലർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ എവിടെയായിരുന്നു ഇതിനു മുൻപ്? എവിടെയായിരുന്നു? ചൂരൽമലയായിരുന്നു. ചൂരൽമല. ഇപ്പം നിങ്ങളുടെ പഴയ കൂട്ടുകാരൊക്കെ കാണാൻ സാധിച്ചു? ഇവിടെ വന്നപ്പോ വരുന്നുണ്ട് ഒരാൾ കാണാം. അതെ, സന്തോഷമുണ്ട്. സന്തോഷം. കുറെ നാളായില്ലേ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നത്, ഡാമിന്റെ ഇവിടെ. ഇവരൊക്കെ നാട്ടിൽ പോയി, പോയിക്കിനി. അറിയുന്ന ആൾക്കാരൊക്കെ കുറെ പോയില്ലേ, എല്ലാവരും പോയില്ലേ. ഞങ്ങൾ അയൽവാസി 10 ആള് പോയി. ആൾക്കാരൊക്കെ കണ്ടോ? പഴയ ആളെ കണ്ടു. പഴയ ആളുകളെ ഞാൻ കണ്ടു. ഞാൻ പോയില്ലേ, നീ നമ്മൾ എന്ത് തന്നെ എവിടെ വെച്ച് കാണാനാ? നല്ല സങ്കടത്തില് ഉണ്ട്. വലിയ സന്തോഷമുണ്ട്. കുറെ പേരെയൊക്കെ കാണാൻ സാധിച്ചല്ലോ. കണ്ടതാ. എന്താ ചെയ്യാ, ഞങ്ങൾ കുറച്ച് ദിവസമായി പോയിട്ട് അങ്ങനെ വിവരം അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമായിരുന്നു ഞങ്ങൾക്ക്. വെല്ലേശ്ശി റോട്ടിലാക്കി ഞങ്ങൾ താമസം അവിടെ വീട് വിറ്റിട്ട് കുറച്ച് ദൂരം പോയി. അതുകൊണ്ട് ഞങ്ങൾ തപ്പിച്ചത് രക്ഷപ്പെട്ടു. പിന്നെ കാണാൻ സാധിക്കും. കാണാൻ എല്ലാവരും ഇപ്പോൾ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ വിഷമത്തിലാണ് നമുക്കടക്കം. അത് ഏത് രീതിയിലാണ് നമുക്കത് പറയണ്ടേ എന്ന് അറിയില്ല. നമ്മളൊക്കെ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അതിലും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ആളുകളെല്ലാം വോട്ട് ചെയ്യാൻ എത്തുന്നു. തങ്ങളുടെ ആളുകളെ കാണുന്നത് കുറേ മാസങ്ങൾക്ക് ശേഷം, 3 മാസങ്ങൾക്ക് ശേഷമാണ് ആളുകളെ കാണുന്നത്. അത്തരത്തിലുള്ള ഒരു വികാര നിർഭരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ബൂത്തിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത്.